അതിർത്തിയിൽ നടപടി കടുപ്പിച്ച് ഭാരതം. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഫെൻസിംഗ് ഉൾപ്പെടെ ആരംഭിച്ച മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. നുഴഞ്ഞുകയറ്റം അനുവദിക്കില്ല എന്നും അതിർത്തിയിൽ കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതിർത്തിയിൽ കൂടുതൽ നടപടിക്രമങ്ങളുമായി ഭാരതം മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. മറ്റ് വിശദ വിവരങ്ങളും കൂടി ജിഷ്ണു. ദേവിക, ബംഗ്ലാദേശിൽ കലാപവും അക്രമ സംഭവങ്ങളും അരങ്ങേറിയതു മുതൽ തന്നെ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഒപ്പം മറ്റ് സുരക്ഷാ ഏജൻസികളും പ്രത്യേക പരിശോധനയും സ്വാഭാവികമായി ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്രത്യേക പരിശോധനയും നടത്തിയിരുന്നു. ഒപ്പം അതിർത്തി മേഖലകളിൽ പ്രത്യേക ഫെൻസിങ്ങും അടിസ്ഥാന സൗകര്യ വികസനവും BSFന്റെ ഔട്ട് പോസ്റ്റും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതിർത്തി മേഖലയിൽ ഭാരതം നടത്തിവരികയാണ്. അത് ബംഗ്ലാദേശ് അതിർത്തിയിൽ മാത്രമല്ല, ജമ്മു കശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നും ഒപ്പം ലഡാക്കിൽ ചൈന മേഖലയിലും എല്ലാം തന്നെ വളരെ കൃത്യമായി ഭാരതത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാത്ത രീതിയിൽ വളരെ കൃത്യമായി അതിർത്തി സംരക്ഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി, ഫെൻസിംഗ് തുടങ്ങിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അതിർത്തി മേഖലകളിൽ ഭാരതം അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, കരാറുകൾ ലംഘിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ ഇടപെടൽ എന്ന ആരോപണം ധാക്ക ഉന്നയിച്ചിരുന്നു. ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ധാക്കയിൽ ഭാരതത്തിന്റെ പ്രതിനിധിയെ, നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. അതിന് ശക്തമായ മറുപടി ആ ദിവസം തന്നെയും ഭാരതം നൽകിയിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിൽ ബംഗ്ലാദേശ് അഡീഷണൽ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് അതിർത്തി മേഖലയിൽ ഭാരതം നടത്തുന്നത്, ഇത്തരം ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഭാരതത്തിന്റെ ഭൂമിയിലാണ്. ഫെൻസിംഗ് ഉൾപ്പെടെ നിലവിൽ ആരംഭിച്ചിട്ടുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന മറ്റൊരു നടപടികളോ കരാർ ലംഘനമോ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. യാതൊരു തരത്തിലും ഒരു രാജ്യത്തിനു മേലും കടന്നു കയറാൻ ആഗ്രഹിക്കാത്ത രാജ്യമാണ് ഭാരതം എന്നുള്ള നിലപാട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. കലാപത്തിന്റെയും അക്രമ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. അതിനുള്ള പ്രതിരോധ നടപടികൾ BSF സ്വീകരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ മാൾഡയിൽ അതിർത്തി മേഖലയിൽ BSF ബംഗ്ലാദേശ് മേഖലയിലേക്ക് വെടിവെപ്പ് നടത്തിയിരുന്നു. അതിന് BSF നൽകിയ വിശദീകരണം, അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർക്ക് നേരെയാണ് വെടിവെച്ചത്, അതിൽ മയക്കുമരുന്ന് സംഘമാണ് അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് എന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു.